നമസ്കാരം. PM ശ്രീയിൽ മന്ത്രി കെ രാജനൊപ്പം കൃഷിമന്ത്രി പി പ്രസാദും ഉറച്ച നിലപാടിലേക്ക്. CPM-ന്റെ അവഗണനയിൽ കടുത്ത അമർഷം കേന്ദ്ര നേതൃത്വത്തെ പി പ്രസാദ് അറിയിച്ചുവെന്നാണ് സൂചന. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനോടും കടുത്ത തീരുമാനമെടുക്കണമെന്ന് പ്രസാദ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PM ശ്രീയിൽ വിട്ടുവീഴ്ച ചെയ്ത് മന്ത്രിസഭയിൽ തുടരുന്നത് അധാർമികമാണെന്നാണ് പ്രസാദിന്റെയും നിലപാട്. മന്ത്രിസ്ഥാനം രാജിവെക്കാൻ കെ രാജൻ സന്നദ്ധത അറിയിച്ചെന്നും എന്നാൽ രണ്ടുപേർ ഇതിനോട് വിയോജിക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പ്രസാദിന്റെ നിലപാടുകളെക്കുറിച്ച് വ്യക്തമായ പ്രതികരണം വന്നിരുന്നില്ല. എന്നാൽ ആലപ്പുഴയിലെ CPI യോഗത്തിലടക്കം പ്രസാദ് ഉറച്ച നിലപാടെടുത്തു. കെ രാജനൊപ്പം പ്രസാദും രാജ്യസന്നദ്ധത അറിയിച്ചു. ഇതോടെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കടുത്ത നിലപാടുകളിലേക്ക് എത്തി. മന്ത്രിസഭയിൽ വിഷയമുയർത്തിയിട്ടും ഒളിച്ചു കളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടി അംഗീകരിക്കില്ലെന്നാണ് പ്രസാദിന്റെയും പക്ഷം. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെയാണ് 22-ന് ചേർന്ന മന്ത്രിസഭയിൽ സംശയനിഴലിൽ നിർത്തുന്നതെന്നാണ് പ്രസാദും പറയുന്നത്. മന്ത്രി രാജൻ തന്റെ വിമർശനം പറഞ്ഞത് CPI യോഗത്തിനുള്ളിലെങ്കിൽ നിലപാട് പുന്നപ്രയിലെ സഖാക്കൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞ് മാസാകുകയാണ് മന്ത്രി പി പ്രസാദ്. സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന ഷോക്കേസാകാൻ ഇല്ലെന്ന് പ്രഖ്യാപിക്കുന്നു കൃഷിമന്ത്രി. PM ശ്രീയിൽ തിരുത്തലില്ലെങ്കിൽ രാജി എന്ന നിലപാടിൽ ഉറച്ച് രണ്ട് മന്ത്രിമാർ രംഗത്ത് വരുമ്പോൾ CPI-യിൽ പൊതു നിലപാടായി ഇത് മാറും. കെ രാജൻ തൃശൂരിൽ നിന്നുള്ള മന്ത്രിയാണ്. പ്രസാദ് ആലപ്പുഴയുടെ പ്രതിനിധിയും. തൃശൂരിനൊപ്പം സമവായ അജണ്ടയും തള്ളി ആലപ്പുഴയിലെ നേതാവും എത്തുന്നത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് തിരിച്ചടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമവായ നീക്കത്തിന് ഇനി അത്ര എളുപ്പം ബിനോയ് വിശ്വത്തിന് കൈയൊടുക്കാൻ കഴിയില്ലെന്നതാണ് വസ്തുത. PM ശ്രീയിൽ പരസ്യ വിമർശനവുമായി മന്ത്രി പി പ്രസാദ് രംഗത്ത് വന്നതും തന്റെ നിലപാടിൽ വ്യക്തത വരുത്താനാണ്. ഇത് CPI-യിലെ എതിർപ്പിന്റെ ആഴത്തിനുള്ള തെളിവ് കൂടിയാണ്. എല്ലാ മേഖലകളിലും സംഘപരിവാർ അജണ്ട പടർന്നു കയറുന്നുവെന്നും അജണ്ടകളോട് പൊരുത്തപ്പെടാനാകില്ലെന്നും വിദ്യാഭ്യാസ മേഖലയിലും ഇതുതന്നെയാണ് സ്ഥിതിയെന്നും അദ്ദേഹം പറയുന്നു. PM ശ്രീയിൽ ഒപ്പുവെക്കണമെന്ന് പറയുമ്പോഴും ഇതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഇതൊന്നും വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞത്. PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ ഒപ്പുവെക്കുന്ന സംസ്ഥാനങ്ങൾ PM ശ്രീയുടെ ഷോക്കേസുകളായി പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശം. ഷോക്കേസുകളായി പ്രവർത്തിക്കുക എന്നാൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കണമെന്നതാണ്. ഒപ്പുവെച്ചാൽ ഈ നയങ്ങളും പരിപാടികളും അനുസരിച്ചേ മതിയാകൂ. ഇത് നാടിനെ ദുരിതത്തിലാക്കും. വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം വരും. ഗാന്ധിജിയെ വധിച്ചവർക്ക് പോലും പ്രാമുഖ്യം കിട്ടുന്നു. തലമുറകളെ ഗ്രസിക്കുന്ന അപകടത്തെ കാണാതിരിക്കാനാകില്ല. കൂടാതെ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം തലമുറകളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. നരേന്ദ്രമോദി ഭരണകൂടം ഇന്ത്യയെ ബാധിച്ച അണുബാധയാണ്. രാജവെമ്പാലയും പൊട്ടാസ്യം സൈനൈഡും ഒന്നിച്ചു ചേർന്നതാണ് മോദിയും അമിത്ഷായും എന്ന് പി പ്രസാദ് വിശദീകരിച്ചു. പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണത്തിന്റെ ഭാഗമായി മേനാശ്ശേരിയിലെ സമ്മേളനത്തിലാണ് മന്ത്രിയുടെ ഈ നിലപാട് പ്രഖ്യാപിച്ചത്. PM ശ്രീ പദ്ധതിയുടെ കരാറിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരായ വിയോജിപ്പ് CPI-യിൽ കടുക്കുകയാണ്. CPM ദേശീയ നേതൃത്വം വിഷയത്തിൽ ഇടപെടാത്തതിൽ CPI-ക്ക് രൂക്ഷമായ അതൃപ്തിയാണുള്ളത്. CPM ജനറൽ സെക്രട്ടറിയുടെ മൗനം വേദനിപ്പിച്ചുവെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രകാശ് ബാബു പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി എന്തെങ്കിലും നിർദ്ദേശം വെച്ചതായി അറിയില്ലെന്നും PM ശ്രീയുടെ രേഖയിൽ NEP സമഗ്രമായി നടപ്പാക്കണമെന്ന് തന്നെയാണ് പറയുന്നതെന്നും കെ പ്രകാശ് ബാബു പറഞ്ഞു. D രാജ ഭക്ഷണം പോലും കഴിക്കാതെയാണ് MA ബേബിയെ പോയി കണ്ടത്. എല്ലാ ചോദ്യങ്ങൾക്കും MA ബേബിക്ക് മൗനം മാത്രമായിരുന്നു മറുപടി. ഇത് വ്യക്തിപരമായി വേദനിപ്പിച്ചു. ബേബി നന്നായി ഇടപെടാൻ അറിയുന്ന ആളാണെന്നും പ്രകാശ് ബാബു പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിമാരായ കെ രാജനും പ്രസാദും എല്ലാം നിലപാട് ഘടിപ്പിച്ചത്. PM ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും അനുനയത്തിന് വഴങ്ങാതെ CPI മുമ്പോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിലാണ്. പാർട്ടി ഇരുട്ടിൽ നിർത്തി ഏകപക്ഷീയമായി മുന്നണി മര്യാദ പോലും പാലിക്കാതെ ധാരണാപത്രം ഒപ്പിട്ടതിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല. ശനിയാഴ്ച മന്ത്രി വി ശിവൻകുട്ടി തുടങ്ങിവെച്ച അനുനയ ശ്രമങ്ങൾ ഗൾഫ് പര്യടനം കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുത്തിട്ടും CPI ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ തയ്യാറായില്ല. ആലപ്പുഴയിൽ രാവിലെ ചേർന്ന CPI നേതൃയോഗങ്ങൾ PM ശ്രീയിൽ വിട്ടുവീഴ്ച വേണ്ടെന്നും മന്ത്രിമാരുടെ രാജി പോലും വേണ്ടി വന്നാൽ നൽകണമെന്ന ചർച്ച യോഗത്തിലുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം 3:30 ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 3/4 മണിക്കൂറോളം ചർച്ച നടത്തിയെങ്കിലും അനുനയ ശ്രമങ്ങൾ ഫലിച്ചില്ല. ധാരണാപത്രം ഒപ്പിട്ട സ്ഥിതിക്ക് അതിൽ പിന്നോക്കം പോകാനില്ലെന്ന കാര്യം മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ അറിയിച്ചു. എന്നാൽ ഏകപക്ഷീയമായി എടുത്ത തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് ബിനോയ് വിശ്വം മറുപടി നൽകി. ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും സ്കൂളുകളുടെ പട്ടിക കൈമാറുന്നതടക്കം തുടർ നടപടികൾ തൽക്കാലം മരവിപ്പിക്കാമെന്ന സമവായ നിർദ്ദേശം ചർച്ചയിൽ ഉണ്ടായെങ്കിലും CPI അതിനോട് യോജിച്ചില്ലെന്നാണ് സൂചന.